ഇതിൻ്റെ പ്രധാന ചിന്ത ധ്യാനം എന്ന് പറയുന്നത് ഈ തിരുവചന ഭാഗത്തിൻ്റെ ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കഥയാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കഥ. ഇവിടെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ യഹോവയാണ്. മുന്തിരിത്തോട്ടം ഇസ്രായേലാണ്. കൃഷിക്കാര് ഇസ്രായേലിലെ പ്രമാണിമാരാണ്. സേവകർ ദൈവം അയച്ച പ്രവാചകരും ദൂതന്മാരും ഒക്കെയാണ്. വേലികെട്ടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിപാലനയാണ്. തൻ്റെ മകനെ അയച്ചു എന്ന് പറയുന്നത് ഈശോയെ കുറിച്ചാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമയുടെ ഉള്ളടക്കം ഇതാണ്. ഇസ്രായേലും ദൈവവും നമ്മുടെ ബന്ധത്തിൻ്റെ കഥയാണ് ഇത് പറയുന്നത്. ഇവിടുത്തെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ ദൈവമാണ്. മുന്തിരിത്തോട്ടം ഇസ്രായേലാണ്. സേവകർ അവിടെ നിന്ന് അയച്ച ദൂതന്മാരാണ്, പ്രവാചകന്മാരാണ്. കൃഷിക്കാര് ഇസ്രായേലിലെ പ്രമുഖരായ നേതാക്കന്മാരാണ്. അതുപോലെ തന്നെ വേലി കെട്ടി അവിടെ നിന്ന് സുരക്ഷിതമാക്കി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിപാലനയാണ്. ദൈവം തൻ്റെ മകനെ യഥാകാലം അയച്ച് അവനെ തിരസ്കരിച്ചത് ഈശോയുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ കഥയാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ കർത്താവ് വിവരിക്കുന്നത്. നമുക്കിനി ഈ തിരുവചന ഭാഗത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് ചിന്തിച്ചാണ്. പാലസ്തീനിലെ ഗലീലി ഒരു പാവപ്പെട്ട നാടായിരുന്നു. പണക്കാരായ കൃഷിക്കാരെല്ലാം താമസിച്ചിരുന്നത് ജെറൂസലേമിലായിരുന്നു. ഈ ജെറൂസലേമിലെ പണക്കാരായ ഉടമകൾക്ക് ഗലീലിയിൽ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മുന്തിരിത്തോട്ടങ്ങളെല്ലാം ഉടമ ഗലീലിക്കാരായിരുന്നില്ല, ജെറൂസലേംകാരായിരുന്നു. അതുകൊണ്ട് തന്നെ ജെറൂസലേംകാരായ വലിയ പണക്കാര് ഗലീലിയിൽ മുന്തിരിത്തോട്ടം വെച്ച് പിടിപ്പിച്ചിട്ട് ഗലീലിയിലെ പാവപ്പെട്ട കർഷകരെ ഏൽപ്പിച്ചിട്ട് അവര് പോകുമായിരുന്നു. കർഷകര് പാട്ടത്തിനാണ് അത് ഏറ്റിരുന്നത്, പാട്ടം കൊടുക്കാനായിട്ട്. യഥാകാലം ഈ ഉടമയ്ക്ക്, മുതലാളിക്ക് പാട്ടം കൊടുക്കണമായിട്ട്. പാട്ടം കൊടുത്തിരുന്നത് മുന്തിരിയായിട്ടും പണമായിട്ടുമാണ്. വിളവെടുപ്പിന്റെ കാലമാകുമ്പോൾ ഉടമ തൻ്റെ സേവകരെ ഈ കുടിയാന്മാരുടെ പക്കലേക്ക് അയക്കും. കുടിയാന്മാർ അവർക്ക് തങ്ങളുടെ പാട്ടം, തങ്ങൾ കടപ്പെട്ടിരിക്കുന്ന പാട്ടം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സാധാരണ അവിടെ നടന്നിരുന്ന കാര്യം. എന്നാൽ വല്ലപ്പോഴുമൊക്കെ ഈ കുടിയാന്മാര്, കർഷകര് മുതലാളി അയക്കുന്ന സേവകരോട് എതിർക്കുകയും ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയും സംഭവിച്ചിരുന്നു. ഈ ഉപമയിലൂടെ കർത്താവ് സൂചിപ്പിക്കുന്നത് ദൈവത്തോട് ഇസ്രായേൽ കാണിച്ച അവിശ്വസ്തതയാണ്. ദൈവം ഇസ്രായേലിനെ ഒരുപിടി വളർത്തി വലുതാക്കിയിട്ടും ദൈവത്തോട് പ്രതികരിക്കുവാൻ, നന്ദി കാണിക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ ഏകസൂതനെ അവസാനം അവർ കുരിശിൽ തറച്ച് കൊല്ലുകയും ചെയ്തു. ഇത് ഇസ്രായേലിൻ്റെ തിരസ്കാരത്തിൻ്റെ കഥയാണ്. നമുക്കറിയാം, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ഇസ്രായേൽക്കാര്, യഹൂദര് രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയാണ്. രക്ഷകൻ വരാത്തത് കൊണ്ട് കരയുന്ന മതിലിൻ്റെ അടുത്ത് ചെന്ന് നെഞ്ചത്തടിച്ചുകൊണ്ട് മാറന്നാത്ത കർത്താവേ വന്നാലുമെന്ന് പ്രാർത്ഥിക്കുന്ന ഇസ്രായേലിനെ കാണാൻ നമുക്ക് ഹോളി ലാൻഡിൽ പോയാൽ
അപ്പോൾ ഇന്നും കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത, തിരസ്കൃതമായ ഒരു ജനത, എന്നും യുദ്ധവും ഭീതിയും അടങ്ങാത്തൊരു നാടായിട്ട് വിശുദ്ധ നാടുകൾ മാറി. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. നമുക്കിനി ഇതിൻ്റെ ധ്യാനത്തിലേക്കൊന്ന് വരുമ്പോൾ 3 ധ്യാനങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്നാമത്തെ ധ്യാനം ഉടമയുടെ പക്ഷം ചേരുന്ന ദൈവം. രണ്ടാമത്തേത് ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ കരവേലയാണ്. മൂന്നാമത്തെ ചിന്ത നിന്റെ ശരീരം ദൈവത്തിൻ്റെ കൂടാരം ആണ്. ഈ 3 ചിന്തകളാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത്. ആദ്യത്തേത് ഉടമയുടെ പക്ഷം ചേരുന്ന ദൈവം. വേദപുസ്തകത്തിൽ എല്ലായിടത്തും ഈശോയുടെ പ്രഭാഷണങ്ങളിലെല്ലാം ഈശോ പാവപ്പെട്ടവരുടെ പക്ഷം ചേരുന്നവരാണ്. രോഗികളുടെ, പാവപ്പെട്ടവരുടെ ഒക്കെ സമൂഹത്തിലെ താഴെക്കിടയിലുള്ള ആൾക്കാരുടെ പക്ഷം ചേർന്ന് അവർക്ക് വേണ്ടി വാദിക്കുന്നവരാണ് കർത്താവ് എപ്പോഴും. പക്ഷെ ഇവിടെ ഈ ഉപമയ്ക്കടുത്ത് നാം കാണുന്നു കർത്താവ് കൃഷിക്കാരുടെ കൂടെയല്ല, ഉടമയുടെ കൂടെയാണ് കർത്താവ്. ഉടമയ്ക്ക് വേണ്ടി കർത്താവ് സംസാരിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും സംഘടിതരായ കർഷകർ അസംഘടിതരായ മുതലാളിയെ, ഉടമയെ ഉപദ്രവിക്കാറുണ്ടെന്ന് നമുക്കറിയാം. പലപ്പോഴും നമ്മളത് കാണും. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ സ്ഥിതി പറയുകയാണെങ്കിൽ കേരളത്തിലെ സംഘടിത തൊഴിലാളികൾ 4%. കേരളത്തിലെ സംഘടിത തൊഴിലാളികൾ 4% മാത്രം. ഈ 4% സംഘടിത തൊഴിലാളിമാരാണ് കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 80% കൈപ്പറ്റുന്നത്. സമരം ചെയ്ത് പിന്നെയും സമരം ചെയ്യുകയാണ് അവർ. കൂടുതൽ ശമ്പളത്തിന് വേണ്ടി പാവപ്പെട്ട കർഷകർ, കൊച്ചു വ്യവസായ സംരംഭകരും ഒക്കെ തെണ്ടിത്തിരിഞ്ഞ് കുത്തുപാവയെടുത്ത് വിറ്റുപെറുക്കി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ഒത്തിരി സ്വപ്നങ്ങളോടുകൂടി തുടങ്ങിയ വ്യവസായ സംരംഭങ്ങൾ ഒക്കെ നശിപ്പിക്കപ്പെട്ടു എന്ന് വേണേൽ പറയാം. കൃഷിയിടങ്ങളൊക്കെ വാടകയും കടമെടുത്ത് കൃഷി ഇറക്കി അവസാനം തൊഴിൽ പ്രശ്നവുമായിട്ട് കൃഷിയിടങ്ങളും കൃഷികളൊക്കെ ഉപേക്ഷിച്ചൊരു നാടായിട്ട് നമ്മളത് മാറുന്നു. അപ്പൊ ഇങ്ങനെ സംഘടിത തൊഴിലാളികളുടെ അന്യായമായ അവകാശവാദങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് പ്രതികരിക്കുവാൻ പറ്റാതെ തെണ്ടിത്തിരിഞ്ഞ് കുത്തുപാളിയെടുത്തു പോകുന്ന മുതലാളിമാരെന്ന് പറയുന്ന കൂട്ടരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മുതലാളിയുടെ കഥയാണ് കർത്താവ് ഇന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ പാവം മനുഷ്യന്റെ നീതിയെ കുറിച്ച് കർത്താവ്, അനീതി നിറഞ്ഞ കുടിയാന്മാര് ഈ മനുഷ്യനോട് കാണിക്കുന്ന അന്യായത്തെ കുറിച്ച് കർത്താവ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഇടയിലും ഒക്കെ ഇന്നും എന്നും നടക്കുന്നു അസംഘടിതമായ മുതലാളി എന്ന് പറയാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. അസംഘടിതരായ ഈ ഉടമകളെ ചൂഷണം ചെയ്യുന്ന, അവരെ നശിപ്പിക്കുന്ന സംഘടിത തൊഴിലാളി വർഗത്തിന്റെ അന്യായമായ അവകാശവാദങ്ങൾക്ക് മുമ്പിൽ ഈ നാടിങ്ങനെ സ്തബ്ധമായി വിറങ്ങലിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നോക്കുകൂലി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ നമ്മുടെ ചിന്ത. രണ്ടാമത്തെ നമ്മുടെ ചിന്ത, ഈ പ്രപഞ്ചം ദൈവത്തിന്റെ കരവേലയാണെന്നാണ്. നമ്മൾ എല്ലാ മതസങ്കല്പങ്ങളിലും കാണുന്നുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ദൈവം ആണെന്ന്. ഈ പ്രപഞ്ചം ദൈവത്തിന്റെ കരവേലയാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് ക്രൈസ്തവ മതത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സൃഷ്ടികളുടെ മകുടമെന്ന് പറയുന്നത് മനുഷ്യനാണ്. പ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ കരവേലയാണ്. സങ്കീർത്തനം 10:19 നമ്മൾ വായിക്കുന്നു,
ആകാശം ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്നു. വാനവിധാനങ്ങൾ അവിടുത്തെ കരവിരുതനെയും. Heavens are telling the glory of God. Firmament his handiwork എന്ന് ആകാശം ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്നു. വാനവിധാനങ്ങൾ അവിടുത്തെ കരവിരുതനെയും എല്ലാം. അപ്പം അങ്ങനെ ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ കരവേലയാണ്. ഈ പ്രപഞ്ച സൃഷ്ടി, ഇവിടുത്തെ പ്രപഞ്ച സൃഷ്ടികളുടെ എല്ലാം മകുടം മനുഷ്യനാണ് എന്ന് വെച്ച് ഈ പ്രപഞ്ചത്തിന്റെ മേൽ മനുഷ്യന് ഉടമസ്ഥ അവകാശമൊന്നുമില്ല. അവൻ ഇതിന്റെ ഉടമയല്ല, ഇതിന്റെ കാവൽക്കാരൻ മാത്രമാണ്. ഈ പ്രപഞ്ചമാകുന്ന ആരാമത്തിന്റെ തോട്ടത്തിന്റെ കാവൽക്കാരൻ മാത്രമാണ്. ഈ തോട്ടത്തിന്റെ ഉടമ ദൈവമാണ്. അതുകൊണ്ട് തന്നെ തന്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുവാൻ മനുഷ്യന് അവകാശമില്ല ഈ മണ്ണിലെ ഭൂമിയിൽ. ഫ്രാൻസിസ് അസീസി പുണ്യവാന്റെ മനോഹരമായ ചിന്തയുണ്ട്. അദ്ദേഹമാണ് പരിസ്ഥിതിയുടെ മധ്യസ്ഥനെന്ന് പറയുന്നത്. അസീസി പുണ്യവാൻ പറയുന്നു, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും മനുഷ്യന്റെ സഹോദരന്മാരാണ് എന്ന്. സൂര്യനും ചന്ദ്രനും മറ്റെല്ലാ ജീവജാലങ്ങളും മനുഷ്യന്റെ സഹോദരന്മാരാണ്. അസീസി പുണ്യവാന്റെ സൂര്യകീർത്തനം അതിമനോഹരമാണ്. അസീസി പുണ്യവാന്റെ സൂര്യകീർത്തനത്തിൽ നിന്നും ഏതാനും വരികൾ എടുത്തിട്ട ഫ്രാൻസിസ് പാപ്പ ദൈവമേ അങ്ങേക്ക് സ്തുതി എന്നൊരു ചാക്രിക ലേഖനം കഴിഞ്ഞ വർഷം എഴുതിയത്. ഈ ചാക്രിക ലേഖനത്തിന്റെ പേരാണ് ലൗദാത്തോ സി സിഗ്നോരെ എന്ന ഇറ്റാലിയൻ ഭാഷയില് ലൗദാത്തോ സി സിഗ്നോരെ എന്നാണ് ഈ ചാക്രിക ലേഖനത്തിന്റെ പേര്. ദൈവമേ ഞങ്ങളെ പരിരക്ഷിക്കുന്നതും ഭരിക്കുന്നതും ഞങ്ങൾക്കായി മനോഹരമായ ഖനികൾ, പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഞങ്ങളുടെ സഹോദരി ഈ ഭൂമിക്ക് വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തുതി ചൊല്ലുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്നാണ് ആ സൂര്യകീർത്തനത്തിൽ നിന്ന് പാപ്പ പറയുന്നത്. ഞങ്ങളെ പരിരക്ഷിക്കുന്നതും ഞങ്ങളെ ഭരിക്കുന്നതും ഞങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഖനികൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഞങ്ങളുടെ സഹോദരിയായ ഭൂമിക്ക് വേണ്ടി ദൈവമേ അങ്ങേക്ക് സ്തുതി. സിഞ്ഞോരെ ലൗദാത്തോ സി സിഞ്ഞോരെ എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ മനുഷ്യൻ ഈ മണ്ണിനെ തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചൂഷണം ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി മണ്ണിനെ ചൂഷണം ചെയ്ത് തൻ്റെ സിംഹാസനങ്ങളിലൂടെ തീർക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ മരിച്ച മണ്ണടിക്കുന്നത് ഈ മണ്ണാണ്, ഈ മണ്ണിൻ്റെ ജീവനാണ്. ഇവിടുത്തെ കാടുകൾ നശിക്കുന്നു, നീർത്തടങ്ങൾ വരണ്ടു. പിന്നെ ഈ നാട് മരുഭൂമിയായി മാറുന്നത് നമ്മൾ കാണുന്നു. ഇതൊരു ഓട്ടമായി നമ്മുടെ ഈ കേരളം, പ്രത്യേകിച്ച് നമ്മുടെ നാട് മാറുകയാണ്. മാലിന്യ കൂമ്പാരമായിട്ട് മാറുന്ന നമ്മുടെ നാട്. ഈ നാടിനെ ഓർത്താണ് ONV കുറുപ്പ് അദ്ദേഹത്തിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന മനോഹരമായ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്ക് ആത്മശാന്തി അമൃതശാന്തി. നിന്റെയും എന്റെയും മരണത്തിനുള്ള ചരമഗീതമാണെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മയായ നമ്മുടെ പ്രിയപ്പെട്ട ഭൂമി കാരണം നമ്മൾ ഈ മണ്ണിനെ ചൂഷണം ചെയ്യും. അതുകൊണ്ട് തന്നെ മഴയില്ല, കാടുകൾ നശിച്ചു, നമ്മുടെ നാട് മരുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരവേല മരുഭൂമിയായി മാറുന്നത് നമ്മൾ തിരിച്ചറിയുന്നു. അതാണ് രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്തെ ചിന്ത, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ കൂടാരമാണെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ശരീരം സത്രമല്ല, ക്ഷേത്രമാണ്. എൻ്റെ ശരീരമാണെങ്കിലും മറ്റുള്ളവരുടെ ശരീരമാണെങ്കിലും അത് ദൈവം വസിക്കുന്ന കൂടാരമാണ്, സത്രമല്ല.
ക്ഷേത്രമാണ്. എൻ്റെ ഭോഗത്തിനുള്ള ചരക്കോ വസ്തു ഒന്നുമല്ല മറ്റുള്ളവരുടെ ശരീരം, അല്ലെങ്കിൽ എൻ്റെയും ശരീരം. പ്രത്യേകിച്ച് സ്ത്രീത്വം ഒരു ഭോഗവസ്തുവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പത്രത്തിലൊക്കെ വായിക്കുന്നതും നമ്മൾ തിരിച്ചറിയുന്നതും. ഒപ്പം ഉദരത്തെ അറവുശാലയാക്കി മാറ്റുന്ന സ്ത്രീകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നാം മറന്നു പോകുന്നത് എൻ്റെ കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം മറന്നു പോകുന്നു. എൻ്റെ ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ഇത് പവിത്രമാണ്, പരിശുദ്ധമാണ്. അതുകൊണ്ട് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ ടാഗോർ പറയുന്നുണ്ട്, ദൈവമേ, നീ നിന്റെ എന്നിലേക്കുള്ള വരവ് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ നിനക്കായി പവിത്രമായി സൂക്ഷിക്കാമെന്ന്. പ്രിയമുള്ളവരെ, ഈ നാട് ഭ്രാന്താലയമായിട്ട് മാറുന്നു. പത്രത്തിൽ വായിച്ചാൽ നമ്മൾ തലകുമ്പിട്ട് പോകുന്ന ഭ്രാന്താലയമായിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് മാറുമ്പോൾ ഓർക്കുക, എൻ്റെ ശരീരവും അവരുടെ ശരീരവും, പ്രത്യേകിച്ച് സ്ത്രീത്വമാണെങ്കിൽ അത് സത്രമല്ല ക്ഷേത്രമാണ് തിരിച്ചറിയുക. അവസാനമായിട്ട് നമുക്ക് ഇന്നത്തേക്കുള്ള തൂത് ഇതാണ്. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല്, ഭവനത്തിൻ്റെ മൂലക്കല്ല്, അത് ഈശോയെ കുറിച്ചാണ്. എൻ്റെ ജീവിതത്തിന്, എൻ്റെ ഭവനത്തിന് ശില എന്ന് പറയുന്നത് എൻ്റെ കർത്താവാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.